ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നമുക്ക് ബോൾട്സിന് കുറച്ചുകൂടെ പോർഷൻസ് ബാക്കിയുണ്ട്. പിന്നെ വെൽഡും കൂടി നമുക്കിന്ന് തീർക്കാം കേട്ടോ. അപ്പോൾ ബോൾട്സിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ബോൾട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണാം. ഫസ്റ്റ് പറയുന്നത് അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ട് എന്താണെന്നാണ്. ഓക്കെ, എന്താണ് അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ട്? അപ്പോൾ ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ട് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ. ഇനി ഏത് ഗ്രേഡാണെന്ന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 4.6 ഗ്രേഡാണ്. ഓക്കെ, ഏത് ഗ്രേഡാണ്? 4.6 ഗ്രേഡാണ്. ഇനി ഇതിൻ്റെ ഹെഡ് ഏത് ഷേപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെക്സഗണൽ അല്ലെങ്കിൽ സ്ക്വയർ ഹെഡാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണിച്ചിരുന്ന ഹെക്സഗണൽ ഹെഡാണ്. ഹെക്സഗണൽ അല്ലെങ്കിൽ സ്ക്വയർ ഹെഡാണ് അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ടിൽ വരുന്നത്. ഇനി അൺഫിനിഷ്ഡ് എന്ന് പറയാൻ കാരണം എന്താ? ഈ ഷാങ്ക്, ഇതാണല്ലേ ഷാങ്ക്, ഇതിന് നമ്മൾ ഒരു ഫിനിഷിംഗ് ഇല്ല, കണ്ടാലേ നമുക്കറിയാം അല്ലേ, ഒരു ഫിനിഷിംഗ് ഇല്ലാതെയാണ് ഷാങ്ക് ഇരിക്കുന്നത്. സോ ഷാങ്ക് ഈസ് ലെഫ്റ്റ് അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഫിനിഷ്ഡ് ബോൾട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ജോയിൻസ് എന്ന് പറഞ്ഞാൽ ജോയിൻസ് റിമെയിൻ ലൂസ്. അവിടെ ജോയിൻസ് എന്തായിരിക്കും? ലൂസ് ആയിരിക്കും. പിന്നെ യൂസ്ഡ് വിത്ത് നട്ട് ആൻഡ് വാഷർ. നമ്മൾ എന്ത് ചെയ്യും? നട്ടും വാഷറും ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റ് ടു സ്റ്റാറ്റിക് ലോഡ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റാറ്റിക് ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡ് 4.6 സ്റ്റാറ്റിക് ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ഹെഡ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത്രയും പഠിക്കണം. ഓക്കെ, പിന്നെ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ട് എന്നാണ്. ഓക്കെ, നമ്മൾ നേരത്തെ അൺഫിനിഷ്ഡ് ബോൾട്ടിന് എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്നല്ലേ. അതേപോലെ ഇവിടെയും ഇത് മൈൽഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഹെക്സഗണൽ അല്ലെങ്കിൽ എന്താണ് സ്ക്വയർ ഹെഡാന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഹെഡിൻ്റെ കാര്യമല്ല പറയുന്നത്, ഫിനിഷ്ഡ് വിത്ത് സർക്കുലർ ഷേപ്പ് എന്നേ പറയുന്നുള്ളൂ. ഇത് നമ്മൾ സർക്കുലർ ക്രോസ് സെക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഗ്രേഡ് എത്രയാണ് പറഞ്ഞാൽ 4.6 ഗ്രേഡാണ് പറഞ്ഞത്. ഇവിടെയും 4.6 ഗ്രേഡ് തന്നെയാണ്. ഇനി മോർ റിജിഡ് കമ്പയർഡ് ടു ബ്ലാക്ക് ബോൾട്ട്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബോൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നല്ല റിജിഡാണ്, കൂടുതൽ റിജിഡാണ്. ഇനി ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ബ്ലാക്ക് ബോൾട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് നമ്മൾ സ്റ്റാറ്റിക് ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ കണക്റ്റിംഗ് മെഷീൻ പാർട്സ് സബ്ജക്റ്റ് ടു ഡൈനാമിക് ലോഡിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. മെഷീൻ പാർട്സ് സബ്ജക്റ്റ് ടു ഡൈനാമിക് ലോഡിങ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പോയിന്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ ഫിനിഷ്ഡ് ബോൾട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബോൾട്ടിനെയും ഒന്നിച്ച് നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ദേ ആർ ബിയറിംഗ് ബോൾട്ട്. എന്ത് വിളിക്കും? ബിയറിംഗ് ബോൾട്ടാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ബിയറിംഗ് ബോൾട്ടാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫിനിഷ്ഡ് ബോൾട്ട് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ടും അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ടിനെയും നമ്മൾ എന്ത് വിളിക്കും? ബിയറിംഗ് ബോൾട്ട്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇത് രണ്ടും? എന്താണ്? ബിയറിംഗ് ബോൾട്ട്സ് ആണ്. ഓക്കെ, ഇനി മൂന്നാമതൊരു ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടാണ്, HSFG ബോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടെണ്ണത്തിൻ്റെ ബിയറിംഗ് ബോൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫ്രിക്ഷൻ ആയിരിക്കും. ഫ്രിക്ഷൻ ബോൾട്ടാണ് ഇതെന്ന് പറയുന്നത്. HSFG ബോൾട്ട് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ബോൾട്ടാണ്. ആ പേര് തന്നെ ഉണ്ടല്ലേ, ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടാണ്. അപ്പോൾ ഈ HSFG ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ടാണ്. മറ്റേ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്തായിരുന്നു? ബിയറിംഗ് ബോൾട്ടായിരുന്നു. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്തുകൊണ്ടായിരുന്നു? മൈൽഡ് സ്റ്റീൽ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്. നമ്മുടെ HSFG ബോൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഇനി ബ്ലാക്ക് ബോൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡക്റ്റിലിറ്റി വളരെ കുറവാണ്, ലെസ് ഡക്റ്റൈലാണ്. വളരെ കുറവെന്നല്ല, ബ്ലാക്ക് ബോൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കാരണം എന്താ? കാർബൺ കണ്ടൻറ്റ് കൂടത്തില്ലേ? കാർബൺ കണ്ടൻറ്റ് കൂടുമ്പോൾ ഡക്റ്റിലിറ്റി എന്ത് ചെയ്യും? കുറയും. നമ്മുടെ സ്റ്റീലിലേക്ക്, നോർമൽ സ്റ്റീലിലേക്ക് നമ്മൾ കാർബൺ കണ്ടൻറ്റ് വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഡക്റ്റിലിറ്റി കുറയുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതേസമയം അവിടെ ഈൽഡ് സ്ട്രെസ് കൂടും. എന്താണ്? ആ ഒരു സ്റ്റീൽ ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിലായിട്ട് മാറും. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, അത് റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോൾട്ടിനേക്കാളും എന്താണ്? ലെസ് ഡക്റ്റൈലാണ്. കാരണം എന്താണ്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ ആയതുകൊണ്ടാണ്. ഇനി നമ്മുടെ ബ്ലാക്ക് ബോൾട്ട് സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ഹെഡാണെന്ന് പറഞ്ഞത്. ഇവിടെ ഹെക്സഗണൽ ഹെഡാണ്. ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടിൻ്റെ ഹെഡ് എങ്ങനെയാണ്? ഹെക്സഗണൽ ഷേപ്പാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സ്പെഷ്യൽ ടൈറ്റനിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. എന്തിനാണ്? ഒരു ഹൈ ഇനിഷ്യൽ ടെൻഷൻ ഇൻഡ്യൂസ് ചെയ്യണം. ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട് അല്ലേ. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈ ഇനിഷ്യൽ ടെൻഷൻ ആദ്യമേ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ടൈറ്റനിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അപ്പോൾ ഈ ബോൾട്ട്സ് വിത്ത് ഇൻഡ്യൂസ്ഡ് ഇനിഷ്യൽ ടെൻഷൻ ഈസ് നോൺ ആസ് HSFG ബോൾട്ട്. അപ്പോൾ HSFG
HSFT ബോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾട്ട്സ് വിത്ത് ഇൻഡ്യൂസ്ഡ് ഇനിഷ്യൽ ടെൻഷൻ. ആദ്യമേ തന്നെ ഒരു ഇനിഷ്യൽ ടെൻഷൻ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തേക്കുന്ന ബോൾട്ടിനെയാണ് നമ്മൾ HSFT ബോൾട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിജിഡ് കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് 8.8 ഗ്രേഡാണ്. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിലും 4.6 ഗ്രേഡായിരുന്നു. 8.8 ഗ്രേഡാണ് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനി എവിടെ യൂസ് ചെയ്യും? നമ്മൾ ബ്ലാക്ക് ബോൾട്ട് എവിടെയായിരുന്നു? സ്റ്റാറ്റിക് ലോഡിനായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ ഫിനിഷ്ഡ് ബോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡൈനാമിക്, അതായത് മെഷീൻ പാർട്ട് സബ്ജക്റ്റ് ടു ഡൈനാമിക് ലോഡിംഗ് ആയിരുന്നു അത്. ഇനി നമ്മുടെ HSFT ബോൾട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ഇൻ സ്ട്രക്ചർ സബ്ജക്റ്റ് ടു റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് വരുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ബ്രിഡ്ജിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HSFT ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രിക്ഷൻ വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ 8.8 ഗ്രേഡാണെന്നുള്ളതും മീഡിയം കാർബൺ സ്റ്റീലാണെന്നുള്ളതും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ എം എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കേട്ടോ. ഗാമ എം എന്നാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽസ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. സപ്പോസ് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ആ സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് എനിക്ക് ടോട്ടൽ അതിൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു 50 കിലോ ന്യൂട്ടൺ ആയിരിക്കും വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, 50 കിലോ ന്യൂട്ടൺ ലോഡ് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ലോഡ് വന്നാലും എന്ത് ചെയ്യാൻ പറ്റണം? ഈ സ്ട്രക്ചറിന് താങ്ങാൻ പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണ്? 50 കിലോ ന്യൂട്ടൺ ആയി 50 കിലോ ന്യൂട്ടണിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അതിനേക്കാളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ കൊടുക്കും. ഓക്കെ, ചിലപ്പോൾ അത് ഈ 50 കിലോ ന്യൂട്ടണിനേക്കാളും അതായത് നമ്മുടെ ഈ 50 കിലോ ന്യൂട്ടനേക്കാളും കൂടിയ ഒരു വാല്യൂവിനായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 75 കിലോ ന്യൂട്ടന് വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. എങ്കിലും ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? 50 കിലോ ന്യൂട്ടൺ മാത്രമേ വരത്തുള്ളൂ. സപ്പോസ് ആ ഒരു സ്ട്രക്ചറിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സേഫ്റ്റി പർപ്പസ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ട എത്രയൊക്കെയാണ്? 75 കിലോ ന്യൂട്ടണിനാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു 61 കിലോ ന്യൂട്ടൺ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് താങ്ങാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ആ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ചെയ്യുക. ഓക്കെ, ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. ഇനി സപ്പോസ് നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽ അല്ല, പകരം ബ്രിട്ടിൽ മെറ്റീരിയലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ബ്രിട്ടിൽ മെറ്റീരിയലിന് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ഈൽഡ് സ്ട്രെസ്സിൻ്റെ പോയിൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം നമ്മൾ ഈൽഡ് സ്ട്രെസ്സിന് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത്. സോ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ട്? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. ഇനി നമ്മൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞ മെറ്റീരിയൽസിന് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ ഈൽഡിങ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈൽഡിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗാമ എം നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.1 ആണ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ബക്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ബക്ലിംഗ് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഗാമ എം നോട്ട് തന്നെയാണ് 1.1. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമ്മുടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂസാണ് ഈ പറയുന്നത്. ഓരോ കണ്ടീഷനിലും ഈൽഡിങ്ങിനും ബക്ലിങ്ങിനും 1.1 തന്നെയാണ്. അടുത്ത് വരുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഏതാണ്? അൾട്ടിമേറ്റ് സ്ട്രെസ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ എൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ബോൾട്ട് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ടുണ്ട്, ബിയറിംഗ് ടൈപ്പ് ബോൾട്ടുണ്ട്. ബിയറിംഗ് ടൈപ്പ് ബോൾട്ടിന് എക്സാമ്പിളായിരുന്നു അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾട്ടും അതുപോലെ തന്നെ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടേൺഡ് ബോൾട്ട്. ഫ്രിക്ഷൻ ബോൾട്ടിന് എക്സാമ്പിൾ ഏതായിരുന്നു? HSFT ബോൾട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോൾട്ട് തന്നെ നമ്മൾ ഫ്രിക്ഷൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രിക്ഷൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ MF എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25 ആണ്. ഓക്കെ, ഇനി നമ്മൾ ബോൾട്ട് ഞാൻ ബിയറിംഗ് ടൈപ്പ് എടുക്കുകയാണ്. ഓക്കെ, ബിയറിംഗ് ടൈപ്പ് ബോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗാമ MB എന്ന് പറയുന്നതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 1.25.
ഇനി ബോൾട്ട് മാത്രമാണ് നമുക്ക് സ്ട്രക്ചറൽ കണക്ഷനിലുള്ളത്? ഇല്ല, നമ്മൾ കണ്ടു റിവെക്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ റിവെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗാമ എം ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25. ഇനി റിവെറ്റ് കൂടാണ്ട് നമുക്കിനി എന്തും കൂടെ ഉണ്ട്, വെൽഡ് ഉണ്ട് അല്ലേ. അപ്പോൾ വെൽഡ് ആണെന്നുണ്ടെങ്കിൽ ഗാമ എം ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യും, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസ് പഠിക്കണം. ഈ ഷോർട്ട് റിവെറ്റ് ആണെങ്കിലാണ് ഈ 1.25 നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീൽഡ് റിവെറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ, ഫീൽഡ് റിവെറ്റ് ആണെങ്കിൽ 1.5 ആണ് എടുക്കുന്നത്. എപ്പോഴാണ് ഫീൽഡ് റിവെറ്റ് അല്ല, ഫീൽഡ് വെൽഡിങ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളെ വെൽഡ് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വെൽഡ് ചെയ്യുന്നുണ്ടാവും, ഫീൽഡിൽ നിന്ന് വെൽഡ് ചെയ്യുന്നുണ്ടാവും. ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ 1.25 മതി അവിടുത്തെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. എന്നാൽ നമ്മൾ ഫീൽഡ് വെൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എത്ര വേണം, 1.5 വേണം. സോ നമുക്ക് ഈ ഒരു വാല്യൂസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാവും, ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1.1 മുതൽ 1.5 വരെയാണ് റേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽ എന്ന് പറയുന്ന റേഞ്ചസ് ഫ്രം 1.1 to 1.5. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനിയാണ് നമുക്ക് നോക്കാനുള്ളത് ബോൾട്ട് വാല്യൂ. നമ്മൾ റിവെറ്റ് വാല്യൂ പഠിച്ചു. റിവെറ്റ് വാല്യൂ എന്തായിരുന്നു, സ്ട്രെങ്ത് ഓഫ് 1 റിവെറ്റ് ആയിരുന്നു റിവെറ്റ് വാല്യൂ. അതേപോലെ ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ടാണ്. എന്താണ് സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട്. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ഓഫ്, നമുക്ക് രണ്ട് കണ്ടീഷനാണുള്ളത്, ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും. അപ്പോൾ ബോൾട്ടിൻ്റെ ഷിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ബിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ മിനിമം വാല്യൂ അതാണെന്ന് പറയുന്നത് ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമുക്ക് ഓരോ ടേംസ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VDSB എന്നാണ്. എന്താണ് ഡിസൈൻ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അതാണ് VDSB. ഓക്കെ, ഇനി ഇവിടെ നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VNSB. നോമിനൽ അല്ലേ, അപ്പോൾ ഇവിടെ N വരും, നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. അപ്പോൾ അതെന്താണ്, നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അതാണ് VNSB എന്നാണ്. ഇനി ഈ VDSBയും VNSBയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, VDSB എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ VNSB, അതായത് നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ബോൾട്ട്. നമ്മൾ ഗാമ എം ബി തൊട്ട് കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടു ഗാമ എം ബി എത്രയാണ്, ഇറ്റ് ഈസ് 1.25 ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ ഗാമ എം ബി ആണ്. ദാറ്റ് ഈസ് 1. ഗാമ എം ബി എന്ന് പറയുന്നത് എത്രയാണ്, 1.25 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് VNSB കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ VNSB കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, VNSB ഈസ് ഈക്വൽ ടു എന്ത് വരും, FU ബൈ √3 ഇൻറ്റു NNANB പ്ലസ് NSASB. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഓരോന്ന് എന്താണെന്ന് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് NN എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ത്രെഡഡ് പോർഷൻ. നമ്മുടെ ഒരു ബോൾട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചതാണ്. ഒരു ബോൾട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ത്രെഡഡ് പോർഷനുണ്ട്. ഇതാണ് എന്താണ് ത്രെഡഡ് പോർഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷാങ്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ത്രെഡഡ് പോർഷൻ. ത്രെഡഡ് പോർഷനിൽ എത്ര ഷിയർ പ്ലെയിൻസ് വരും. ഓക്കെ, അപ്പോൾ ത്രെഡഡ് പോർഷനിൽ എപ്പോഴും ഒരു ബോൾട്ടിന് ഒരു ത്രെഡഡ് പോർഷനേ ഉള്ളൂ. സോ അവിടെ ഒരു ഷിയർ മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായോ? ത്രെഡഡ് പോർഷനിൽ എത്ര ഷിയർ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ത്രെഡഡ് പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ത്രെഡഡ് പോർഷനിൽ ഒരു ഷിയർ പ്ലെയിൻ മാത്രമേ ഒരു ബോൾട്ടിന് വരത്തുള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോൾട്ടിൻ്റെയാണ് ഷിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ എപ്പോഴും NNൻ്റെ വാല്യൂ എന്ത് വരും, 1 വരും. ഓക്കെ, NN ഈസ് ഈക്വൽ ടു 1 for ഈച്ച് ബോൾട്ട് എന്ന് പറയാം. ഓക്കെ, ഓരോ ബോൾട്ടിനും 1 എന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഒരു ബോൾട്ടിൻ്റെയാണ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും NNൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനി NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ഷാങ്ക് പോർഷനാണ്. ഓക്കെ, ഷാങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആൻസർ ചെയ്ത് നമ്മൾ 2 ടൈപ്പ് ജോയിൻറ്റ്സ് പഠിച്ചല്ലേ. അത് ലാപ്പ് ജോയിൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബഡ് ജോയിൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ലാപ്പ് ജോയിൻറ്റിൽ നമ്മൾ പഠിച്ചൊരു പോയിൻ്റാണ്, ലാപ്പ് ജോയിൻറ്റിൽ ഒരു സിംഗിൾ ഷിയറാണെന്ന് പറഞ്ഞു. അതേപോലെ ബഡ് ജോയിൻറ്റിൽ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിലും അവിടെ എന്താണ് സിംഗിൾ ഷിയറാണ്. പക്ഷേ ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ഡബിൾ ഷിയറാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ഷാങ്ക് എന്നാണ്. അപ്പോൾ ഈ ഷാങ്കിൽ ഒരു ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഷിയർ ആണെന്നുണ്ടെങ്കിൽ NSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താണ് സിംഗിൾ ഷിയർ, അതായത് ലാപ്പ് ജോയിൻറ്റോ അല്ലെങ്കിൽ സിംഗിൾ കവർ ബഡ് ജോയിൻറ്റോ ആണെങ്കിൽ അതിൽ സിംഗിൾ ഷിയർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസിൽ NS ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ
സിംഗിൾ ഷിയറിനാണ് 0 നമ്മൾ എടുക്കുന്നത്. ഇനി ഡബിൾ ഷിയർ ആണെങ്കിൽ NS = 1. എന്തിനാണ്? ഫോർ ഡബിൾ ഷിയർ. ഓക്കെ, അപ്പോൾ ഡബിൾ ഷിയർ എന്നാണെങ്കിൽ നമ്മൾ NS = 1 എടുക്കണം. സിംഗിൾ ഷിയർ ആണെങ്കിൽ NS = 0 എടുക്കണം. ഇനി ANB യും ASB നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ANB യും ASB നമുക്ക് എങ്ങനെ കിട്ടുന്നത്? π/4 d² എഴുതാൽ മതി. അതായത് ASB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാങ്കിൻ്റെ ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ഷാങ്ക് പോർഷൻ, അതാണ് ASB എന്ന് പറയുന്നത്. ANB എന്ന് പറഞ്ഞാലോ ഏരിയ ഓഫ് ബോൾട്ട് ഇൻ ത്രെഡഡ് പോർഷൻ. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതായിരുന്നു. അതായത് ANB നമുക്ക് എങ്ങനെ കിട്ടും? ANB എന്ന് പറയുന്നത് 0.78 ടൈംസ് ASB ആണ്. അതിൽ ASB എന്ന് പറഞ്ഞാൽ ഷാങ്ക് പോർഷൻ്റെ ഏരിയ ആണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ഇൻറ്റു ആ ബോൾട്ടിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ, π/4 d² ചെയ്യുമ്പോൾ നമുക്ക് ASB കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ NNൻ്റെയും NSൻ്റെയും വാല്യൂസ്. NN എന്ന് പറയുന്നത് ഒരു ബോൾട്ടിന് ഒരു ഷിയർ പ്ലെയിനേ ഉണ്ടാകത്തുള്ളൂ ത്രെഡഡ് പോർഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഈ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് ഫോർ 1 ബോൾട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാല്യൂ എപ്പോഴും 1 തന്നെ വരും. ഇനി NS എന്ന് പറഞ്ഞാലോ സിംഗിൾ ഷിയർ ആണെന്നുണ്ടെങ്കിൽ NSൻ്റെ വാല്യൂ 0യും ഡബിൾ ഷിയർ ആണെങ്കിൽ NS = 1 ആണ്. ഡബിൾ ഷിയർ വരുന്നത് ഏത് കേസിൽ മാത്രമാണ്? ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് റിലേറ്റഡ് നമുക്കൊരു എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫൈൻഡ് ദ ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് എ 4.6 ഗ്രേഡ് ബോൾട്ട് ഇൻ ലാബ് ജോയിൻറ്റഡ് കണക്ഷൻ ഇൻ ടേംസ് ഓഫ് സ്മോൾ d എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഗ്രേഡ് തന്നിട്ടുണ്ട് 4.6 ഗ്രേഡ് ആണെന്നും അതിനെ ലാബ് ജോയിൻറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് VDSB ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. VDSB = VNSB / Γ-MB ആണ്. Γ-MB 1.25 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി VNSBയുടെ ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? നമ്മൾ FU/√3. FU എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ബോൾട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഇൻറ്റു NNANB + NSASB. ഓക്കെ, അപ്പോൾ ഇവിടെ FU എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് 4.6 ഗ്രേഡാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എന്തുവാ 4.6 ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ 4.6 ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ FU എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ, അതായത് 4 × 100 ദാറ്റ് ഈസ് 400 Nm² ആണ്. ആൻഡ് നമ്മൾ അവിടുത്തെ FY എങ്ങനെ കിട്ടും? അത് രണ്ടാമത് കിടക്കുന്നത് എന്താണ്? 0.6 ടൈംസ് FU എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ FY വാല്യൂ കിട്ടും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. FU എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 ആണ് /√3 ഇൻറ്റു. ഇനി NN-ഉം ANB യും ASB യും NS ഒക്കെ വേണം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു NN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ത്രെഡഡ് പോർഷൻ. ത്രെഡഡ് പോർഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ബോൾട്ടിന് ഒരു ഷിയർ പ്ലെയിനെ കാണത്തുള്ളൂ. സോ NN = 1. ANB എങ്ങനെയാണ് കിട്ടുന്നത്? ANB എന്ന് പറയുന്നത് 0.78 ടൈംസ് ASB ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ASB നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞത് π/4 × d². ഓക്കെ, ഇനി NS എത്രയാണ്? NS എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ലാബ് ജോയിൻ്റ് ആണ്. ലാബ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സിംഗിൾ ഷിയർ ആണെന്ന് നമ്മൾ പഠിച്ചു. സിംഗിൾ ഷിയറിനാണെങ്കിൽ NSൻ്റെ വാല്യൂ നമ്മൾ 0 എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമില്ല പോയി. ബാക്കി നമുക്ക് എഴുതാം. അതായത് 400 /√3 ഇൻറ്റു ANB എന്ന് മാത്രമല്ലേ ഉള്ളൂ. കാരണം NN എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി ഈ ANB നമുക്ക് എങ്ങനെ എഴുതാം? ANB എന്ന് പറയുന്നത് 400 /√3 ഇൻറ്റു ANB എന്ന് പറഞ്ഞാൽ 0.78 ഇൻറ്റു π/4 d² അല്ലേ. അതെങ്ങനെ നമുക്ക് കിട്ടി? 0.78 ടൈംസ് ASB ആണ്. ASB എന്ന് പറഞ്ഞാൽ π/4 d² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് നമ്മളെല്ലാം ഡിനോട്ട് ചെയ്യും. നമുക്ക് എന്താണ്? ഇൻ ടേംസ് ഓഫ് സ്മോൾ ഡിയുടെ ടേംസ്, അതായത് സ്മോൾ ഡിയുടെ ടേംസിൽ വേണം നമുക്ക് VDSB വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് VNSB നമുക്ക് കിട്ടി. ഇനി VDSB കിട്ടാൻ എന്ത് ചെയ്യണം? VNSB / 1.25 ചെയ്യണം. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് VDSB = 113.18 d² എന്ന് കിട്ടും. നമുക്കിത് വളരെ അത്യാവശ്യമുള്ളൊരു റിസൾട്ടാണ്. കാരണം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സിംപ്ലിഫൈഡ് ആക്കാൻ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് VDSB = 113 d².
ഇത് എപ്പോഴും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. നമ്മളിവിടെ പറഞ്ഞെന്താണ്, ഈ ഒരു കണ്ടീഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടിയത്, ഇവിടെ സിംഗിൾ ഷെയർ ആയപ്പോൾ NS 0 ആയി. അപ്പോൾ സിംഗിൾ ഷെയർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം കണ്ടീഷൻ, ഒന്നുകിൽ ലാപ്പ് ജോയിൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആയിരിക്കണം. ഇനി FUവിൻ്റെ വാല്യൂ 400 ആയപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് അല്ലേ. അപ്പോൾ FUവിൻ്റെ വാല്യൂ എപ്പോഴാണ് 400 ആവുന്നത്, 4.6 ഗ്രേഡ് ബോൾട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് വാലിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് വാലിഡ് എന്ന് പറഞ്ഞാൽ, ഫോർ ലാപ്പ് ജോയിൻറ്റഡ് ആൻഡ് സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് യൂസിങ് 4.6 ഗ്രേഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്രയും വലിയ ഇക്വേഷനൊക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഡയമീറ്റർ ഓഫ് ബോൾട്ട് മാത്രം ഇട്ട് കൊടുക്കുക 113 × d². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, VDSBയുടെ വാല്യൂ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇതെപ്പോഴാണ്, ഒന്നുകിൽ ലാപ്പ് ജോയിൻറ്റഡ് അല്ലെങ്കിൽ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആയിരിക്കണം. അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറഞ്ഞാൽ 4.6 ഗ്രേഡ് ബോൾട്ടും ആയിരിക്കണം. വേറെ ഏതെങ്കിലും ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബിയറിംഗ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ ബോൾട്ട് വാല്യൂ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ഷിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും. ഷിയറിംഗ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ടേംസ് ഉണ്ട്. ഫസ്റ്റ് ഡിസൈൻ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ VDPB. ഓക്കെ, VDPB എന്നാണ് നമ്മൾ ഡിസൈൻ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോമിനൽ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അത് VNPB ആണ്. എന്താണ് VNPB, നോമിനൽ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അതാണ് VNPB. ഓക്കെ, ഈ നൊട്ടേഷനൊക്കെ കറക്റ്റായിട്ട് നോക്കി വയ്ക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം, VDPB ഡിസൈൻസ് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നോമിനൽ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ എന്താണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, ദാറ്റ് ഈസ് γMB. γMBയുടെ വാല്യൂ ഇവിടെയും എന്ത് തന്നെയാണ്, 1.25 തന്നെയാണ്. ഇനി നമുക്ക് VNPB കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ VNPB എന്ന് പറയുന്നത് VNPB ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2.5 × KB × D × T ഇൻറ്റു FU പ്ലേറ്റ്. ഇതിൽ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അതായത് T എന്ന് പറയുന്നത് നമ്മുടെ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. എന്താണ് T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ്. ഓക്കെ, നമ്മൾ 2 പ്ലേറ്റ്സ് നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ തന്നെയാണ്, 2 പ്ലേറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏത് പ്ലേറ്റിനാണോ തിക്നെസ് കുറവ് ആ തിക്നെസ്സാണ് നമ്മൾ ഇതുവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇവിടെ. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ് സ്മോൾ t എന്ന് പറയുന്നത്. ഇനി സ്മോൾ d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ. ഇനി KB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ബോൾട്ടാണ്. എന്താണ് ബോൾട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്, KB എന്ന് പറയുന്നത്. സോ നമുക്ക് KBയെ എങ്ങനെ എഴുതാം, KB നമുക്ക് എങ്ങനെ കിട്ടാം, KB ഈസ് ദ മിനിമം ഓഫ്. അപ്പോൾ KB നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ KB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ഒന്നുകിൽ E/3d0 ചെയ്യാം. E എന്താണ് നമ്മുടെ എഡ്ജ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 3 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ. അല്ലാന്നുണ്ടെങ്കിൽ P/3d0 മൈനസ് 0.25 ചെയ്യാം. P എന്ന് പറയുന്നത് നമ്മുടെ പിച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ FU ഡിവൈഡ് ബൈ FU പ്ലേറ്റ്. FU എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോൾട്ടിൻ്റെ FU വാല്യൂ ഡിവൈഡ് ബൈ പ്ലേറ്റിൻ്റെ FU വാല്യൂ. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ ഏതാണോ മിനിമം വാല്യൂ കിട്ടുന്നത് അതാണ് നമ്മുടെ KBയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, KB ഈസ് ദ മിനിമം ഓഫ് E/3d0 അല്ലെങ്കിൽ P/3d0 മൈനസ് 0.25 1 ഓർ FU/FU പ്ലേറ്റ്. FU എന്ന് പറഞ്ഞാൽ ഇവിടെ ബോൾട്ടിൻ്റെ FUവും FU പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ FU ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മിനിമം എടുക്കുക, KB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി FU പ്ലേറ്റ് ഞാൻ പറഞ്ഞു എന്താണ് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, VNPB കിട്ടും. VNPB കിട്ടിയാൽ VDPB കിട്ടാൻ എന്ത് ചെയ്യണം, ഇതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു പോയിന്റ് അറിയാനുള്ളത്, ബോൾസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ടു കേരി ആക്സിയൽ ടെൻഷൻ. ഓക്കെ, ബോൾട്ട് ഏറ്റവും നല്ലത് ആക്സിയൽ ടെൻഷൻ എടുക്കാനാണ് ബോൾട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്യൂട്ടബിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്നുള്ളത്, ദ മിനിമം സ്പേസിംഗ് ഫോർ M20 ബോൾസ് ഓഫ് ഗ്രേഡ് 4.6 അക്കോർഡിംഗ് ടു IS 800 ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മിനിമം സ്പേസിങ്ങിനെന്നും പറഞ്ഞ് എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചോ? ഇല്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മിനിമം സ്പേസിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മിനിമം പിച്ചാണ്. P മിനിമം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
മിനിമം സ്പേസിങ് ഓഫ് M20 ബോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബോൾട്ട് ഇതാ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇത് നമ്മളുള്ള സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് അല്ലേ, ആ സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് പി മിനിമം ആണ്. ഓക്കെ, പിച്ചാണ് അല്ലേ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് അതേ ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പിച്ച് ഡിസ്റ്റൻസ്. ആൻഡ് നമ്മളിവിടെ മിനിമം സ്പേസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പിച്ചാണ് ഉദ്ദേശിക്കുന്നത്, പി മിനിമമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, എന്താണ് എഡ്ജ് ഡിസ്റ്റൻസ് വന്നൂടെ എന്ന്. പക്ഷേ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗേജ് ഡിസ്റ്റൻസ് വന്നൂടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഗേജ് അല്ല, നമ്മളെപ്പോഴും സ്പേസിങ് പറയുന്നത് നമ്മുടെ ലോഡിൻ്റെ ഡയറക്ഷന് പാരലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? നമുക്ക് പി മിനിമമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി മിനിമമാണ് ഈ ബോൾട്ടിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2.5 ടൈംസ് സ്മോൾ ഡി ആണ്. അപ്പോൾ 2.5 ഇൻറ്റു ഇവിടെ ഡി ഇതാണ് M20 ബോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 20 mm ആണ് ബോൾട്ട് എന്ന് പറയുന്നത്. സോ 50 mm എന്ന് കിട്ടും, പി മിനിമം നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് M20 ബോൾട്ട്സ്. ഓക്കെ, എത്ര M20 ബോൾട്ട് വേണം ടു കണക്ട് ദ ഫ്ലാഞ്ച് ഓഫ് ആൻ ISSC 200 കോളം ആൻഡ് എ ബീം ISMB 400 which is carrying a reaction of 140 kN due to factored loads. ടേക്ക് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആസ് 45.3 kN. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. അതായത് നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ബോൾട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ തുടക്കത്തിൽ ഒരു എന്താണ് ഇക്വേഷൻ പോലെ നമ്മൾ എഴുതിയിട്ടുണ്ട് എങ്ങനെ. പക്ഷേ അത് ബോൾട്ടിൻ്റെ കേസിലല്ല നമ്മൾ എഴുതിയത്, റിവറ്റിൻ്റെ കേസിലാണ് എഴുതിയിട്ടുള്ളത്. എന്തുമായിരുന്നു? നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു അവിടെ എത്രയാണോ നമുക്ക് ലോഡ് റെസിസ്റ്റ് ചെയ്യേണ്ടത് അതേ ഡിവൈഡഡ് ബൈ റിവറ്റ് വാല്യൂ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണോ ലോഡ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, ലോഡ് ഡിവൈഡഡ് ബൈ റിവറ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ റിവറ്റ് വാല്യൂ ആണോ? അല്ല, ഇവിടെ ബോൾട്ട് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് M20 ബോൾട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് ടു കണക്ട്. ഓക്കെ, ഒരു കോളും ഒരു ബീമിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. അവിടെ വരുന്ന റിയാക്ഷൻ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 140 kN എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയാക്ഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 140 kN. സോ ഇവിടെ വരുന്ന ലോഡ് എത്രയാണ്? 140 kN ആണ്. ഡിവൈഡഡ് ബൈ ടേക്ക് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് 45.3 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾട്ട് വാല്യൂ എന്താണ്? സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട്. അപ്പോൾ ആ 45.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3.09 എന്ന് വരും. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു നമ്പർ വന്ന് നമ്മളതിനെ റൗണ്ട് ചെയ്യുന്നത് 3.09 വന്ന് അപ്രോക്സിമേറ്റ്ലി 3 ആയിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആക്ച്വലി വേണം എന്നുള്ള നമ്പറിനേക്കാളും കുറഞ്ഞ ഒരു നമ്പർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ 3.001 എന്ന് വന്നാൽ പോലും നിങ്ങളതിനെ എത്രയായിട്ട് എടുക്കണം? 4 നമ്പറായിട്ട് എടുക്കണം. എപ്പോഴാണ്? M20 ബോൾട്ടിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന സമയത്ത്. സോ ഇവിടെ 3.09 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ A 3യും ഓപ്ഷൻ B 4ഉം കാണും. ചിലർ എന്ത് ചെയ്യും? 3 എടുത്ത് കുത്തിവയ്ക്കും, പക്ഷെ അത് തെറ്റാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ടാണ്. 4 നമ്പേഴ്സ് ഓഫ് ബോൾട്ടാണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇനി ഒരു IS കോഡൽ പ്രൊവിഷനാണ് നിങ്ങളത് പറയുന്നത്. ബോൾട്ട് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ. അതായത് ഒരു ബോൾട്ടിലേക്ക് എന്താണ് ഷിയറും ടെൻഷനും ഒന്നിച്ച് വരുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു റിലേഷൻ IS കോഡിൽ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ആക്ച്വൽ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോൾട്ട് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VA സഫിക്സ് A എന്നാണ്. ഓക്കെ, ഒരു ബോൾട്ടിൽ വരുന്ന ആക്ച്വൽ ഷിയർ ഫോഴ്സാണ് VA എന്ന് പറഞ്ഞത്. ഇനി അവിടുത്തെ ഷിയർ കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു ബോൾട്ടിൻ്റെ ഷിയർ കപ്പാസിറ്റിയാണ് നമ്മൾ VD എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ആക്ച്വൽ ടെൻഷൻ ആക്ടിങ് ഓൺ ദ ബോൾട്ട്. ഓക്കെ, ടെൻഷൻ അപ്പോൾ TA ആണ്, ആക്ച്വൽ ആയതുകൊണ്ട് TA. ഡിസൈൻ ടെൻസൈൽ ഫോഴ്സ് നമ്മൾ TD എന്നും ഡിനോട്ട് ചെയ്തു. ഇനി ഇവിടെ IS കോഡൽ പ്രൊവിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ VA ബൈ VD ദ ഹോൾ സ്ക്വയർ പ്ലസ് TA ബൈ TD ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ഏതിൻ്റെ കേസിലാണ്? ബോൾട്ട് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ ആണെങ്കിൽ. ഓക്കെ, ഈ ഒരു റിലേഷൻ നോക്കിയിരിക്കുക. VA ബൈ VD ദ ഹോൾ സ്ക്വയർ പ്ലസ് TA ബൈ DD ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ബോൾട്ടിൻ്റെ കേസിൽ. ഇനി ഞാൻ അവിടെ റിവറ്റ് പഠിച്ചപ്പോഴത്തേക്കും പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഇത്. അതായത് ഇതിപ്പോൾ പറഞ്ഞ എന്താണ്? ബോൾട്ട് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി റിവറ്റ് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ ആണെങ്കിൽ ഇത് ഇക്വേഷൻ എങ്ങനെ മാറാം? അവിടെ സ്ക്വയർ ഇല്ല, വെറുതെ VA ബൈ VD പ്ലസ് TA ബൈ TD എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.4 എന്നാണ് അവിടെ പറയുന്നത്. എത്രയാണ്? 1.4. ഇത് ഏതിൻ്റെ കേസാണ്? റിവറ്റ് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ഷിയർ ആൻഡ് ടെൻഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇത് കാണാൻ പഠിച്ചതെന്ന് വയ്ക്കുക.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വെൽഡഡ് കണക്ഷനിലോട്ടോ. അപ്പോൾ നമ്മുടെ റിവറ്റ് കഴിഞ്ഞു, ബോൾട്ട് കഴിഞ്ഞു, അടുത്ത ഏതാണ് വെൽഡഡ് കണക്ഷനാണ്. അപ്പോൾ വെൽഡഡ് കണക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കോയിലസൻസ് ഓഫ് മെറ്റൽ ബൈ ഹീറ്റിംഗ് ടു എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് ഫില്ലർ മെറ്റൽ. അതായത് എനിക്ക് രണ്ട് മെറ്റലുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഈ രണ്ട് മെറ്റൽസിനെ എനിക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു ഫില്ലർ മെറ്റൽ എടുക്കുക. ഫില്ലർ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലാണ് ഫില്ലർ മെറ്റൽ എന്ന് പറഞ്ഞത്. അതായത് ആ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉരുകി ഇവിടെ വന്ന് ഫില്ല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത് പിന്നീട് എന്ത് ചെയ്യും? ചൂട് മാറുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഹാർഡാവുന്ന സമയത്ത് ഈ രണ്ട് പ്ലേറ്റിനെ പിടിച്ചു നിർത്തും, ഒന്നിച്ച് ചേർത്ത് നിർത്തും. അതാണ് അവിടെ വെൽഡിങ്ങിൽ നടക്കുന്നത്. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലേറ്റിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ കൂട്ടി പ്ലേറ്റിനെ തന്നെ ഒരുക്കി നമുക്ക് കമ്പൈൻ ചെയ്ത് വയ്ക്കാം. ഇനി അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ ഒരു ഫില്ലർ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫില്ലർ മെറ്റൽ നമ്മൾ മോൾട്ടൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ രണ്ട് പ്ലേറ്റിനും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചോളും. ഇനി വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, അവിടെയും നമുക്ക് പ്രഷർ, ശരിക്കും നമ്മുടെ വെൽഡിങ് രണ്ട് തരത്തിലുണ്ട്. എന്താണ്? ഫ്യൂഷൻ വെൽഡിംഗ് ഉണ്ട്, പ്രഷർ വെൽഡിംഗ് ഉണ്ട്. ഫ്യൂഷൻ വെൽഡിങ്ങിലാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്ത് അത് ഇങ്ങനെ എന്താണ് മെറ്റൽ ഉരുകി അത് കമ്പൈൻഡ് ആവുന്നത്. ഓക്കെ, പ്രഷർ വെൽഡിങ് നമ്മൾ പ്രഷറാണ് കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, അന്നേരം എന്ത് ചെയ്യും? മെറ്റൽ എന്ന് പറയുന്നത് അവിടെ മെൽറ്റ് ആവുന്നില്ല, പകരം അല്ലാണ്ട് അത് എന്ത് ചെയ്യും? ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് എന്ന് പറയും നമ്മൾ, ചേർന്നിരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ അടുത്ത് നോക്കിയേ. നമുക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ വെൽഡിങ്ങും ഉണ്ട്, പ്രഷർ വെൽഡിങ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങും ഉണ്ട്. ഇത് നമ്മൾ ഡിഫറൻസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഫ്യൂഷൻ വെൽഡിങ് തന്നെയാണ്. ഇവിടെ ഫ്യൂഷൻ വെൽഡിങ്ങിൽ ആ പേര് തന്നെയുണ്ട്, ഫ്യൂഷൻ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഹൈ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും കൂടിയ ഒരു ടെമ്പറേച്ചർ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ, എന്നാലല്ലേ അത് മെൽറ്റ് ആവത്തുള്ളൂ. നമ്മൾ മെൽറ്റായി വേണം നമുക്ക് യോജിപ്പിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്നത് ഗ്രേറ്റർ ദാൻ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. ഇനി മേ നോട്ട് യൂസ് ഫില്ലർ മെറ്റൽ. ഇവിടെ എന്ത് ചെയ്യും? മെറ്റൽ മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചറല്ലേ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഹൈ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അത് അവിടെ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മെറ്റൽസ് ആർ നോട്ട് മെൽറ്റഡ്. അവിടെ ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യാറില്ല പ്രഷർ വെൽഡിങ്ങിൽ. നമുക്ക് മെയിനായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കൽ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് ശരിക്കും വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് മെക്കാനിക്കലിൻ്റെ പോർഷൻസും കൂടി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്നത്. അതായത് നോൺ കൺസ്യൂമബിൾ അല്ലെങ്കിൽ നോൺ ഫ്യൂസിബിൾ ഇലക്ട്രോഡ് ടൈപ്പും കൺസ്യൂമബിൾ ഓർ ഫ്യൂസിബിൾ ഇലക്ട്രോഡ് ടൈപ്പ്, ഇങ്ങനെ രണ്ട് ടൈപ്പും കൂടി വെൽഡിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളിതിൽ വേറെ ഒന്നും പഠിക്കേണ്ട, അതിൻ്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. നോൺ കൺസ്യൂമബിളിലാണെന്നുണ്ടെങ്കിൽ TIG വെൽഡിങ്ങും പ്ലാസ്മ വെൽഡിങ്ങും അതിന് എക്സാമ്പിളാണ്. കൺസ്യൂമബിളിന് എക്സാമ്പിൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും മാക് വെൽഡിങ്, മിഗ് വെൽഡിങ്, ഇലക്ട്രോ ഗ്യാസ് ആർക്ക് വെൽഡിങ്. ഇത് ഇത്ര ഏതിന് എക്സാമ്പിളാണ്? കൺസ്യൂമബിൾ അല്ലെങ്കിൽ ഫ്യൂസിബിൾ ഇലക്ട്രോ ടൈപ്പിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഈ എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് വെൽഡാണ്. ടൈപ്സിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഡ് വെൽഡ് ഉണ്ട്, ഫില്ലറ്റ് വെൽഡ്, പ്ലഗ് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, ഇങ്ങനെ 4 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഈ ബഡ് വെൽഡ് തന്നെ 2 എണ്ണം ഉണ്ട്. സിംഗിൾ ഗ്രൂവ് അല്ലെങ്കിൽ പാർഷ്യൽ പെനട്രേഷൻ ഉണ്ട്, ഡബിൾ ഗ്രൂവ് അല്ലെങ്കിൽ ഫുൾ പെനട്രേഷനും ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഫില്ലറ്റ് വെൽഡിൽ തന്നെ പാരലൽ ഫില്ലറ്റും ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫില്ലറ്റും ഉണ്ട്. അതും എന്താണെന്ന് നമുക്ക് പറയാം. ഇനി ഈ പ്ലഗ് വെൽഡ് നമ്മൾ പറഞ്ഞല്ലോ, പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും നമ്മൾ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫില്ലറ്റ് വെൽഡാണ്. അതിന് കഴിഞ്ഞാൽ പിന്നെ ബഡ് വെൽഡാണ്. വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞാൽ ബഡ് വെൽഡ്. ഓക്കെ, ഈ ബഡ് വെൽഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ കണക്ട് ചെയ്യേണ്ട പ്ലേറ്റ്സ്, ഓക്കെ, ഇതൊരു പ്ലേറ്റാണ്, ഇത് മറ്റൊരു പ്ലേറ്റാണ്. ഓക്കെ, ഈ 2 പ്ലേറ്റ് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വെൽഡ് ചെയ്തെടുക്കും. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ബഡ് വെൽഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്സ് ആർ വെൽഡഡ്. അതാ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് രണ്ടും 2 പ്ലേറ്റാണ്. സോ ഈ 2 പ്ലേറ്റിനെയും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം എന്ത് ചെയ്യുന്നു? ഇതേപോലെ വെൽഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേറ്റ്സ് ആർ വെൽഡഡ് എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്. ഓക്കെ, ഇവിടെ ഓവർലാപ്പിംഗ് ഉണ്ടോ? ഇല്ല, പകരം എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇനി തിക്നെസ് ഓഫ് ബഡ് വെൽഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി മോർ ദാൻ ദ തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ആക്സിയൽ സ്ട്രെസ്. ഓക്കെ, ഒരു ബഡ് വെൽഡ് അത് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ബഡ് വെൽഡ് എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ആക്സിയൽ സ്ട്രെസ്സാണ്. ഇവിടെ വരുന്ന ആക്സിയൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ് ഒരു ബഡ് വെൽഡ് കൂടുതൽ എഫക്റ്റീവ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബഡ് വെൽഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ പ്ലേറ്റിൻ്റെ തിക്നെസ് എത്രയാണോ അതിനേക്കാളും കൂടിയിരിക്കണം.
ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു എന്താണ് സിംഗിൾ ഗ്രൂവ് അല്ലെങ്കിൽ പാർഷ്യൽ പെനട്രേഷനും ഉണ്ട്, ഡബിൾ ഗ്രൂവ് അല്ലെങ്കിൽ ഫുൾ പെനട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സിംഗിൾ ഗ്രൂവ് ഓർ പാർഷ്യൽ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ബഡ് വെൽഡിൻ്റെ ടൈപ്പാണ്. ഓക്കെ, അതിൻ്റെ ഫിഗർ എങ്ങനെ വരുന്നത് നോക്കാം. അതായത് ഇതാ ഇങ്ങനെ ഒരു, ഞാൻ നേരത്തെ വരച്ചത് തന്നെയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ 2 പ്ലേറ്റ് കണക്ട് ചെയ്യേണ്ടത്. ഇതിനെ ഞാൻ എന്ത് ചെയ്താൽ ഇങ്ങനെ ഫുള്ളായിട്ട് പെനട്രേറ്റ് ചെയ്യുന്നില്ല വെൽഡ്, പകരം എന്താ പാർഷ്യലി മാത്രമേ പെനട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിനാണ് നമ്മൾ സിംഗിൾ ഗ്രൂവ് അല്ലെങ്കിൽ പാർഷ്യൽ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉള്ളതാണ് ഡബിൾ ഗ്രൂവ് അല്ല എന്നുണ്ടെങ്കിൽ ഫുൾ പെനട്രേഷൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡബിൾ ഗ്രൂവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെ വരും? ഇതാ ഇതെന്ന് പറയുന്ന ഒരു പ്ലേറ്റ്, ഇത് മറ്റൊരു പ്ലേറ്റ്. സോ നമ്മളിവിടെ ഇതാ ഇതെന്ന് പറയുന്നത് ഫുൾ പെനട്രേഷൻ അല്ലേ, ഇതെന്ന് പറയുന്നത് സിംഗിൾ ഗ്രൂവ് ആയിട്ടേ ഉള്ളൂ. ഡബിൾ ഗ്രൂവ് വരണമെങ്കിൽ ഇതാ ഇവിടെ നിന്നും കൂടി ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെന്തായി ഡബിൾ ഗ്രൂവ് അല്ലെങ്കിൽ ഡബിൾ ഗ്രൂവ് അല്ലെങ്കിൽ ഫുൾ പെനട്രേഷനായി. അത് ഫുൾ ഡെപ്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെൽഡ് പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ കറക്റ്റ് ഫിഗറാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, സിംഗിൾ ഗ്രൂവും പിന്നെ ഡബിൾ ഗ്രൂവ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വി ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വി ഗ്രൂവ് എന്ന് അതിനെ വിളിക്കാം. ഇവിടെ ഡബിൾ വി ഗ്രൂവ്, കാരണം രണ്ടിടത്തും വി ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡിൽ നിന്നില്ല 2 പ്ലേറ്റ്സ് ആർ വെൽഡഡ് ബൈ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു, ബഡ് വെൽഡിൽ അതിന് ഫേസ് ടു ഫേസ് ആണ് വയ്ക്കുന്നത്. ബഡ് വെൽഡിൽ എങ്ങനെയാണ് അതാ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആണ് വയ്ക്കുന്നത്. പക്ഷേ ഫില്ലറ്റ് വെൽഡിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ അതിനെതാ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ലാപ്പ് ജോയിൻ്റ് ഉള്ള പോലെ എന്നിട്ട് ഇവിടെ ഇത്രയും വെൽഡ് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ഇതുണ്ട്, ഇവിടെ ഒരു കോളം വല്ലതുമാണ് കണക്ട് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ഓവർലാപ്പിംഗ് ദ പ്ലേറ്റ്സിനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡിൽ ചെയ്യുന്നത്. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ്. ഓക്കെ, ഫ്യൂഷൻ ഫേസസ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ, ഈ ഭാഗത്ത് ഫ്യൂഷൻ ഫേസസ് നമ്മളുള്ള ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 60 to 120 ഡിഗ്രിയാണ്. ഓക്കെ, 60 to 120 ഡിഗ്രിയാണ്. യൂഷ്വലി 60 to 90 ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് 60 to 120 ഡിഗ്രി വരെയാണ് ആംഗിൾ വേരി ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി 60 to 90 ഡിഗ്രിയാണ്. ഇനി ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത് ഈ 60 ഡിഗ്രിയേക്കാളും താഴെയാണെങ്കിലും 120 ഡിഗ്രിയേക്കാളും മുകളിലുമാണ് നമ്മുടെ ഫ്യൂഷൻ ഫേസ് നമ്മൾ ആംഗിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലറ്റ് വെൽഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും എന്ത് തന്നെ ഇരിക്കണം, ഈ 60 to 120 ഡിഗ്രിക്ക് അകത്താണെങ്കിൽ നമുക്ക് ഫില്ലറ്റ് വെൽഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ഷിയർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാനാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞത്. ഇനി പാരലൽ ഫില്ലറ്റും ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫില്ലറ്റും ഉണ്ട്. പാരലൽ ഫില്ലറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞു 2 പ്ലേറ്റ്സിനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഫില്ലറ്റ് വെൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, ഫിഗർ ഒന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്ലേറ്റാണ്, ഇതെൻ്റെ മറ്റൊരു പ്ലേറ്റാണെന്ന് വയ്ക്കാം. ഓക്കെ, പാരലൽ ഫില്ലറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണെന്ന് വയ്ക്കാം. പി എന്ന് പറയുന്ന ഡയറക്ഷനാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടെ രണ്ടിടത്ത് മാത്രം ഞാൻ വെൽഡ് ചെയ്ത് കൊടുത്താൽ ഇതാണെന്തെന്ന് പറഞ്ഞാൽ എൻ്റെ പാരലൽ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈൻ ടു ഹാവ് ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ ഇതിന് നല്ല ഷിയർ സ്ട്രെങ്ത് നന്നായിട്ടുള്ള രീതിയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടു ഹാവ് ടെൻസൈൽ സ്ട്രെങ്ത്. ട്രാൻസ്വേഴ്സിന് എങ്ങനെ വരുന്നത്, ലോഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ്. അപ്പോൾ ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്ന ട്രാൻസ്വേഴ്സ് ഫില്ലറ്റും ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, പാരലൽ ഫില്ലറ്റുമാണ്. ആൻഡ് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടു ഹാവ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഓരോ പോയിൻറ്റും. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാമെന്ന് പഠിക്കണം. ഓക്കെ, ഇനി ഈ ഫില്ലറ്റ് വെൽഡിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഫില്ലറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ 2 പ്ലേറ്റ്. ഓക്കെ, ഇതിനെ ഞാൻ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് ഫില്ലറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, കോൺകേവ് ഫില്ലറ്റ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ 2 പ്ലേറ്റിനെ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഇറ്റ് ഈസ് കോൺവെക്സ് ഫില്ലറ്റാണ്. ഓക്കെ, ഇനി ഇത് രണ്ടുമല്ല, ഞാൻ നല്ല കറക്റ്റ് ഒരു ഇൻക്ലിനേഷനിൽ ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്, വെൽഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മിറ്റർ ഫില്ലറ്റ് എന്നാണ്. ഓക്കെ, മിറ്റർ ഫില്ലറ്റ്, ഇതും കൂടെ അറിഞ്ഞിരിക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഇത് തന്നെയാണ്. ഇനി 2 റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും. എന്താണെന്ന് നോക്കാം. പ്ലഗ് വെൽഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഒരു പ്ലേറ്റാണ്, ആൻഡ് ഇതിൻ്റെ അടിയിലിരിക്കുന്ന മറ്റൊരു പ്ലേറ്റാണ് ഈ ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ നേരെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് വയ്ക്കും, അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു പ്ലേറ്റ് ഉണ്ട്, അങ്ങനെയാണ് അതിവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള
പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഹോൾസ് ഇടും. എന്നിട്ട് ഈ ഹോൾസ് മുഴുവനും നമ്മൾ വെൽഡ് ചെയ്ത്, അതായത് ഫില്ലർ മെറ്റൽ കൊണ്ട് ഫില്ല് ചെയ്യും. ഇതാണെന്ന് പറയുന്നത് പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്. എന്താണ്, ആദ്യം നമ്മൾ 2 പ്ലേറ്റ് എടുക്കുക, അതിൽ മുകളിലിരിക്കുന്ന പ്ലേറ്റിന് നമ്മൾ ഹോൾസ് ഇടുന്നു, എന്നിട്ട് ആ ഹോൾസ് മുഴുവൻ ഫില്ലർ മെറ്റൽ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും എന്തായി, ജോയിൻ്റായി. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്ലഗ് വെൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലഗ് വെൽഡിൽ നിന്നാണ് ഹോൾസ് ആർ മെയ്ഡ് ഓൺ പ്ലേറ്റ്. ഈ ഒരു പ്ലേറ്റിൽ ഹോൾ ഉണ്ടാക്കി എന്നിട്ട് പ്ലേസ്ഡ് ഓവർ ദ അനദർ പ്ലേറ്റ്. എന്നിട്ട് എൻ്റെ ഹോൾ എന്ന് പറഞ്ഞാൽ ഫിൽഡ് വിത്ത് ഫില്ലർ മെറ്റൽ. അതാണ് പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ലോട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലാർജ് സ്ലോട്ട് നമ്മൾ ആദ്യം ഇതാണ് എൻ്റെ മെറ്റൽ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഞാനൊരു വലിയൊരു സ്ലോട്ട് ഇങ്ങനെ ഉണ്ടാക്കി. നേരത്തെ പ്ലഗ് വെൽഡിൽ എങ്ങനെയായിരുന്നു, ഇങ്ങനെ കുഞ്ഞൊരു ഹോളായിരുന്നു നമ്മളിടുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ലാർജ് സ്ലോട്ട് ഉണ്ടാക്കി. എന്നിട്ട് നമ്മളത് ഏതിൻ്റെ പുറത്താണോ വയ്ക്കേണ്ടത് അതിൻ്റെ പുറത്തെടുത്ത് വെച്ചു. ഇതാണ് എൻ്റെ ബോട്ടം പ്ലേറ്റ്, അതിൻ്റെ മുകളിൽ ഈ അപ്പർ പ്ലേറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സ്ലോട്ട് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൽഡിങ് ഈസ് ഡൺ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഇത് മുഴുവനും ഫില്ലർ മെറ്റൽ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. വെൽഡിങ് ഈസ് ഡൺ എലോങ് ദ പെരിഫറി ഓഫ് ദിസ് സ്ലോട്ട്. അതായത് ഈ പെരിഫറിക്ക് എലോങ് ആയിട്ട് കാണുന്നുണ്ടോ, ഈ ഒരു പെരിഫറിക്ക് എലോങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, വെൽഡ് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് ഇത് മുഴുവനും ഫില്ല് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പെരിഫറിക്ക് എലോങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, വെൽഡ് ചെയ്ത് കൊടുത്തു, അല്ലാണ്ട് ഇതിനെ ഫില്ല് ചെയ്യുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പാർട്സ് ഓഫ് എ വെൽഡാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പാരന്റ് മെറ്റൽ. പാരന്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് 2 മെറ്റൽസിനാണോ ജോയിൻ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ പാരന്റ് മെറ്റൽ എന്ന്. ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് അനദർ പ്ലേറ്റ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനോടാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 മെറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരന്റ് മെറ്റൽ. ഇതും ഒരു പാരന്റ് മെറ്റലാണ്, ഇത് മറ്റൊരു പാരന്റ് മെറ്റലാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഫില്ലർ മെറ്റലാണ്. ഫില്ലർ മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആഡഡ് ഡ്യൂറിങ് വെൽഡിങ്. വെൽഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റലിനെയാണ് നമ്മൾ ഫില്ലർ മെറ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെൽഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ മെറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫില്ലർ മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഇനി വെൽഡ് ഫേസ് എന്താണ്. വെൽഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് സൈഡ് ഓഫ് വെൽഡ്. അതായത് ഇതല്ലേ നമുക്ക് കാണാൻ പറ്റുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ എക്സ്പോസ്ഡ് സൈഡ്സ് ഓഫ് വെൽഡിനെയാണ് നമ്മൾ വെൽഡ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി ടോ ഉണ്ട്. ടോ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ബിറ്റ്വീൻ പാരന്റ് മെറ്റൽ ആൻഡ് വെൽഡ് ഫേസ്. ഇതാണ് പാരന്റ് മെറ്റൽ, ഇത് വെൽഡ് ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി, അതായത് ഇത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, ഇതിനെ രണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോ എന്ന് വിളിക്കുന്നത്. ബൗണ്ടറി ബിറ്റ്വീൻ പാരന്റ് മെറ്റലും വെൽഡ് ഫേസിനിടയിലുള്ള ബൗണ്ടറി, അതിനെയാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. ഇനി അടുത്ത റൂട്ട് ഉണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്നമോസ്റ്റ് പാർട്ട് ഓഫ് വെൽഡ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലം അല്ലേ, എക്സ്പോസ്ഡ് സൈഡ് ഓഫ് വെൽഡ്, അതിനെ നമ്മൾ വെൽഡ് ഫേസ് എന്ന് വിളിച്ചു. ഇനി റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്നമോസ്റ്റ് പാർട്ട് ഓഫ് വെൽഡ്, അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ അകത്തായിട്ട് വരുന്നതാണ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. ഓക്കെ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഹീറ്റ് അഫക്റ്റഡ് സോൺ ഉണ്ട്. അതായത് നമ്മുടെ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാരന്റ് മെറ്റൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഫില്ലർ മെറ്റലിനെ മാത്രം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ ടെമ്പറേച്ചർ വന്ന് അഫക്റ്റ് ആവുമല്ലോ. ഈ മെറ്റലിന് ടെമ്പറേച്ചർ അഫക്റ്റ് ആവുന്ന കുറച്ച് റീജിയൻ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ അത് മെൽറ്റ് ചെയ്യത്തില്ല. പക്ഷേ അതിലെന്ത് ചെയ്യും, പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകും ഡ്യൂ ടു എക്സസ് ഹീറ്റ്. ഇവിടെ എക്സസ് ഹീറ്റാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് മെൽറ്റ് ആയില്ലെങ്കിൽ പോലും അവിടുത്തെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ആ ഒരു റീജിയനെയാണ് നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പാരന്റ് മെറ്റലിൽ മെൽറ്റ് ചെയ്യുന്നില്ലെങ്കിലും അവിടെ പാരന്റ് മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ആ ഒരു റീജിയനാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. ദ റീജിയൻ അഡ്ജസൻറ്റ് ടു വെൽഡ് പോർഷൻ വിച്ച് ഹാസ് നോട്ട് ബീൻ മെൽറ്റഡ് ബട്ട് അണ്ടർഗോൺ ചേഞ്ചസ് ഇൻ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു എക്സസീവ് ഹീറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നിങ്ങളൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വെൽഡിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആ ഒരു വെൽഡിനെ എനിക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഓഫ് എ വെൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിളാണ്. അതായത് ഇങ്ങനെ വരും. ഐസോസിലസ് ട്രയാങ്കിളായിട്ടാണ് നമ്മൾ സാധാരണ വെൽഡിനെ നമ്മൾ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഇൻക്ലൈൻഡ് ലൈനായിട്ട് വരയ്ക്കുന്ന വെൽഡിനെ നമ്മൾ എന്ത് വിളിക്കും, മിറ്റർ വെൽഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺവെക്സ് വെൽഡാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഓഫ് എ വെൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ്. പക്ഷേ ആക്ച്വൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുന്നത്. അതിനെ നമ്മൾ ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് വിളിക്കും. എന്താണ് ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഐസോസിലസ് ട്രയാങ്കിളും ആക്ച്വൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആർക്ക് ഓഫ് സർക്കിളുമാണ്. ഇനി ആംഗിൾ ഓഫ് സ്റ്റാൻഡേർഡ് വെൽഡ്, ഒരു സ്റ്റാൻഡേർഡ് വെൽഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി. അതായത് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് എ സ്റ്റാൻഡേർഡ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണ് സ്പെസിഫിക്കേഷൻ ഓഫ് വെൽഡാണ്.
ഓക്കെ. അപ്പോൾ സ്പെസിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഞാൻ വരച്ച അതേ ഫിഗർ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതായത് ഇങ്ങനെയാണ് നമ്മളെ വെൽഡ് വരുന്നത്. ഓക്കെ. ആൻഡ് ഓക്കെ, ഇതിൽ ശരിക്കും ഇതെന്താണ്, ഈ ഭാഗമൊന്നും എന്താണ്, ടോയാണ്. അതായത് നമ്മുടെ പാരൻ മെറ്റലിനും നമ്മുടെ വെൽഡ് ഫേസിനും ഇടയ്ക്കുള്ള ബൗണ്ടറി. ഈ ഭാഗം ടോയാണ്, ഇതും ടോയാണ് അല്ലേ. ആൻഡ് ഇതാണ് നമ്മുടെ വെൽഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫസ്റ്റ് നമ്മൾ പറയുന്നത് സൈസ് ഓഫ് വെൽഡ്. സൈസ് ഓഫ് വെൽഡിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് പിന്നെ റൂട്ട് ആൻഡ് ടോ. ഇതിൽ റൂട്ട് എവിടെ വരുന്നത്, ഈ ഒരു പോയിന്റിൽ റൂട്ട് എന്ന് പറഞ്ഞത്. സോ ഈ റൂട്ടും ടോയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് ഇവിടെ ആവാം അല്ലെങ്കിൽ ഇതും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈസ് ഓഫ് വെൽഡ് എന്ന് വിളിക്കുന്നത്. റൂട്ടും ടോയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് ലെങ്ത് എന്താണെന്ന്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ത്രൂ വിച്ച് വെൽഡിങ് ഈസ് ഡൺ. അതായത് എൻ്റെതേ ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിൽ ഞാൻ വെൽഡിങ് ചെയ്യുന്നത് ഇത്രയും ലെങ്താണ്. സോ ആ ഒരു ലെങ്ത്, ഈ ഒരു ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത്, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഫക്റ്റീവ് ലെങ്ത് LE എന്ന് ഡിനോട്ട് ചെയ്യുക. L സഫിക്സ് E ആണ്. ലെങ്ത് ത്രൂ വിച്ച് വെൽഡിങ് ഈസ് ഡൺ. വെൽഡിങ് ചെയ്യുന്ന ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നാണ് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്താണെന്ന്. അതായത് ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട്, ഓക്കെ, നമ്മുടെ ഈ റൂട്ടിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റൂട്ട്. ആൻഡ് സെൻറ്റർ ഓഫ് ഹൈപ്പോട്ന്യൂസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ വിത്തിൻ എ വെൽഡ്. നമ്മുടെ ഇവിടുത്തെ ഐസോസിലസ് ട്രയാങ്കിളാണ് ഈ വരച്ച് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ഇവിടെയല്ലേ വരുള്ളൂ. സോ ഈ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് ഞാൻ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് T എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് സെൻറ്റർ ഓഫ് ഹൈപ്പോട്ന്യൂസ് ഓഫ് ദ ഐസോസിലസ് ട്രയാങ്കിൾ വിത്തിൻ എ വെൽഡ്. ഇതിനെയാണ് നമുക്ക് വിളിക്കുന്നത് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സൈസ് ഓഫ് വെൽഡ്. ഓക്കെ, സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിനിമം സൈസ് മിനിമം കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 mm ആണെങ്കിൽ എൻ്റെ സൈസ്, മിനിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 3 mm ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 mm ഇഫ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 to 20 mm ആണെങ്കിൽ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 6 mm ഇഫ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് എത്ര, 20 to 32 mm. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 8 mm ഇഫ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 32 മുതൽ 50 mm ആണെങ്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാൻ പഠിക്കണം. അപ്പം മിനിമം തിക്നെസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 3 mm ആണ് ഇഫ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 mm ആണെങ്കിൽ. പിന്നെ 5, 6, 8 അതിനനുസരിച്ച് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ്സും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സൈസ് ഓഫ് എ വെൽഡ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലെസ് ദാൻ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആയിരിക്കണം. ഓക്കെ, അതങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിരുന്നാൽ മതി. സൈസ് ഓഫ് വെൽഡ്, നമ്മളെ ഈ ഒരു സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. ഇതെന്ന് പറയുന്നതാണ് തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ്സിനേക്കാളും ചെറുതായിരിക്കണം. അതേപോലെ തന്നെ മാത്സ്, അതായത് മാക്സിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് -1.5 എന്നാണ്. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് -1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സൈസ് ഓഫ് വെൽഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അതായത് എൻ്റെ കയ്യിൽ 2 പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ 2 പ്ലേറ്റിൻ്റെയും തിക്നെസ് സെയിം ആണ്. ദാറ്റ് ഈസ് 16 mm ആണ് രണ്ടിൻ്റെയും തിക്നെസ് വരുന്നത്. എത്രയാണ്, 16 mm. ഓക്കെ, അതിൽ P എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ എൻ്റെ അടുത്ത് പറയുവാണ് എൻ്റെ സൈസ് ഓഫ് വെൽഡ്, ആ ഒരു റേഞ്ച് കണ്ടുപിടിക്കുക. റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സും മിനിമവും കണ്ടുപിടിക്കുക. അത് തമ്മിലുള്ള ആ വാല്യൂസിനല്ലേ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം മിനിമം കണ്ടുപിടിക്കുക. മിനിമം നമ്മൾ പറഞ്ഞു തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ടും സെയിം തിക്നെസ് ആയതുകൊണ്ട് തന്നെ 16 mm ആണ് നമ്മുടെ തിക്നെസ്. ഓക്കെ, ആ തിക്നെസ് എന്ന് പറയുന്നത് 16 mm ആകുമ്പോഴത്തേക്കും നമ്മുടെ കറസ്പോണ്ടിങ്, അതായത് നമ്മൾ 16 mm ഏത് റേഞ്ചിലാണ് വരുന്നത്, 10 to 20 mm ആണ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 mm ആണ് എന്ത് ചെയ്യുന്നത്, മിനിമം വരുന്നത്. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞ് മാത്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും, നമ്മൾ നേരത്തെ പറഞ്ഞു തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്, അതായത് 16 - 1.5 ചെയ്യുക. അപ്പോൾ നമുക്ക് 14.5 mm എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ. ഇനി സപ്പോസ്
ഞാനിപ്പോൾ എടുക്കുന്ന എൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ് രണ്ടാന്ന് വയ്ക്കുക. അതായത് ഒരു പ്ലേറ്റിൻ്റെ തിക്നെസ് 6 mm മറ്റേ പ്ലേറ്റിൻ്റെ തിക്നെസ് 36 mm ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എസ് മിനിമം എന്ത് വരും? അപ്പോൾ ഇവിടുത്തെ റേഞ്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇവിടുത്തെ റേഞ്ച് എന്താ വരുന്നത്? 5 mm മുതൽ 14.5 mm വരെ എൻ്റെ വെൽഡിൻ്റെ സൈസ് റേഞ്ച് ആവാം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ 6 mm ആണ് തിക്നെസ്, 36 mm ആണ് തിക്കർ പ്ലേറ്റിൻ്റെ തിക്നെസ്. അപ്പോൾ എസ് മിനിമം എന്ത് വരും? എസ് മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ തിക്കർ പ്ലേറ്റിൻ്റെ എസ് മിനിമം എന്ന് പറയുന്നത് എന്താണ്, തിന്ന പ്ലേറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ ഞാൻ തിക്ക പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ചെന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയല്ല, സോറി കറക്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിക്ക പ്ലേറ്റിൻ്റെ തിക്നെസ് നോക്കത്തെ എത്രയാണ്? 36 mm ആണ്. ഈ 36 mm വരുന്ന ഏത് റേഞ്ചിലാണ്? 30 to 50 mm ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വെൽഡിൻ്റെ സൈസ് എന്ത്? എസ് മിനിമം എന്ന് പറയുന്നത് 8 mm ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ എസ് മിനിമം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനൊരു ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് തിക്നെസ് ഓഫ് തിന്ന പ്ലേറ്റിനേക്കാളും നമ്മുടെ സൈസ് ഓഫ് വെൽഡ് കുറയാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മളിവിടെ തിക്നെസ് ഓഫ് തിന്ന പ്ലേറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 6 mm ആണ്. അപ്പോൾ ഈ 6 mm-നേക്കാളും നമ്മുടെ ഈ തിക്നെസ് ഓഫ് വെൽഡ് കുറയാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ സൈസ് ഓഫ് വെൽഡ് കുറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 mm ആണ്. ഇവിടെ 8 വന്നു. അപ്പോൾ നമ്മളിവിടെ ശരിക്കും എസ് മിനിമം എത്രയാണ് വരേണ്ടത്? 6 mm ആണ് വരേണ്ടത്. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ, അതായത് സൈസ് ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ തിന്ന പ്ലേറ്റിൻ്റെ തിക്നെസ്സിനേക്കാളും കുറവായിരിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് എസ് മിനിമം എത്രയാണ് കിട്ടിയത്? 8 mm എന്നാണ് കിട്ടിയത്. പക്ഷേ അതെന്ത് ചെയ്യണം? 6 mm-നേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ 6 ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇനി എസ് മാത്സ് കണ്ടുപിടിക്കാൻ എന്താണ്? എസ് മാത്സ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് തിന്ന പ്ലേറ്റ് മൈനസ് 1.5 ആണ്. സോ 6 മൈനസ് 1.5 ദാറ്റ് ഈസ് 4.5 mm എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് IS കോഡൽ പ്രൊവിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ എന്താണ് മിനിമം സൈസ് ഓഫ് വെൽഡ്, മാക്സിമം സൈസ് ഓഫ് വെൽഡിൻ്റെയൊക്കെ പറഞ്ഞല്ലേ. അതേപോലെ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് LE ഈസ് ഈക്വൽ ടു ഓവറോൾ ലെങ്ത് മൈനസ് 2 into S. S എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൈസ് ഓഫ് വെൽഡ്. അപ്പോൾ ഈ 2S നമ്മൾ വിളിക്കുന്ന പേരാണ് N റിട്ടേൺസ്. എന്ത് വിളിക്കും? N റിട്ടേൺസ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമ്മൾ ഒരു സൈഡിന് മാത്രമാണ് ഈ എന്താണ് 2S നമ്മൾ പറയുന്നത്. അതായത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്ലേറ്റ്, എൻ്റെ മറ്റൊരു പ്ലേറ്റ് ഇതാണ്. ഞാനിപ്പോൾ വെൽഡ് ചെയ്തത് ഇതാ ഇത്രയും ഭാഗം വെൽഡ് ചെയ്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വയ്ക്കും അല്ലേ. അതേപോലെ ഇവിടെയും വെൽഡ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വയ്ക്കും. സോ ഈ ഒരു ഡിസ്റ്റൻസ് അതാണ് 2S എന്ന് പറയുന്നത്, N റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ വെൽഡ് ചെയ്ത ഡിസ്റ്റൻസിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? ഇതാണ്, ഇത്രയാണ് ഓവറോൾ ലെങ്ത്. ഓക്കെ, ആ ഓവറോൾ ലെങ്തിൽ നിന്ന് ഈ 2S മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എഫക്റ്റീവ് ലെങ്തിൽ വേറൊരു കാര്യം കൂടി നോക്കാനുള്ളത് LE മിനിമം വാല്യൂ എത്രയാണെന്ന്. ഓക്കെ, എഫക്റ്റീവ് ലെങ്തിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4S ഓർ 40 mm. അപ്പോൾ whichever is more, നമ്മൾ സാധാരണ എപ്പോഴും RCCയിലാണെങ്കിലും അങ്ങനെയാണല്ലോ പറയുന്നത്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് കുറേ 2-3 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം മാക്സിമം വാല്യൂ അങ്ങനെ പറയുന്നത്. അപ്പോൾ LE മിനിമം എന്ന് പറയുന്നത് 4S അല്ലെങ്കിൽ 40 mm whichever is more. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെ ഓവറോൾ ലെങ്തിൽ നിന്നും N റിട്ടേൺസ് മൈനസ് ചെയ്യുക, അതായത് 2S മൈനസ് ചെയ്യുക. ഇനി LE മിനിമം എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 4S അല്ലെങ്കിൽ 40 mm. ഓക്കെ, ഇനി അടുത്ത് വരുന്ന എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് T എന്നുള്ള ലെറ്റർ കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കേസുണ്ട്. ഫസ്റ്റ് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് നമ്മൾ ബഡ് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ സിംഗിൾ ഗ്രൂവും ഉണ്ട്, ഡബിൾ ഗ്രൂവും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ സിംഗിൾ ഗ്രൂവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് T ഈസ് ഈക്വൽ ടു 5/8 ഇൻറ്റു തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. ഇനി ഫോർ ഡബിൾ ഗ്രൂവ് ആണെന്നുണ്ടെങ്കിൽ T ഈസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂസും കാണാൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഗ്രൂവും ഉണ്ട്, ഡബിൾ ഗ്രൂവും ഉണ്ട്. അതിൽ തിക്നെസ് നമ്മൾ എഴുതി, തിക്നെസ് ഈസ് ഈക്വൽ 5/8 തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് അല്ലെങ്കിൽ T ഈസ് ഈക്വൽ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് വരുന്നത് ഫില്ലറ്റ് വെൽഡിൽ നമ്മൾ തിക്നെസ് എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K × S എന്നാണ്. അതിൽ S എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെന്താണ്? സൈസ് ഓഫ് വെൽഡ്.
ഓക്കെ, സൈസ് ഓഫ് വെൽഡാണ്. ഇനി കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ബേസസ്. ഫ്യൂഷൻ ബേസസ് തമ്മിലുള്ള ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കെയുടെ വാല്യൂ വരുന്നത്. അത് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 0.7 എടുക്കാം. ഇഫ് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി മുതൽ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഫ്യൂഷൻ ഫേസസ് നമ്മൾ ആംഗിൾ എത്ര പറഞ്ഞാൽ 60 മുതൽ 120 ഡിഗ്രി വരെ വേരി ചെയ്യുന്ന പറഞ്ഞത്. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് 60 to 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ 60 to 90 ഡിഗ്രിയിൽ കെയുടെ വാല്യൂ എത്രയാണ്? 0.7 ആണ്. ഇനി ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഡയറക്റ്റ്ലി നമുക്ക് ഈ 0.7 എടുക്കാം. ഓക്കെ, ഇനി 0.65 എപ്പോഴാവുന്നത്? 91 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെയാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് എന്നുണ്ടെങ്കിൽ 0.65. ദെൻ 0.6 എടുക്കുന്നത് 101 ഡിഗ്രി മുതൽ 106 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഫ്യൂഷൻ ഫേസ് എന്നുണ്ടെങ്കിൽ. ഇനി 0.55 വെൻ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് എന്ന് പറഞ്ഞാൽ 107 ഡിഗ്രി ടു 113 ഡിഗ്രി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇഫ് 114 ഡിഗ്രി മുതൽ 120 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ വാല്യൂസ് പഠിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയിരുന്നില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും പഠിക്കണം. 60 to 90 ഡിഗ്രിയിൽ 0.7 ആണ് കെയുടെ വാല്യൂ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു എസ് എന്നാണ് വരുന്നത്. ഇനി യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 60 ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. 60 to 90 ഡിഗ്രി എന്നുള്ള വാല്യൂ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ആ കേസിൽ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ത് വരും? 0.7 എസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, യൂഷ്വലി 0.7 എസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് എ റേഷ്യോ ഓഫ് സൈസ് ഓഫ് വെൽഡ് ടു എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ സൈസ് ഓഫ് വെൽഡ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എസ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു, കെ ഇൻറ്റു എസ് ആണ്. അപ്പോൾ എസ് 1 ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. അപ്പോൾ 1 ബൈ ഒരു വാല്യൂ, അതായത് അവിടുത്തെ ഫ്യൂഷൻ ഫേസസ് നമ്മൾ ആംഗിൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എത്ര എടുക്കണമെന്ന് പറഞ്ഞാൽ 0.7 എടുക്കണമെന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ സ്ട്രെങ്ത് ഓഫ് എ വെൽഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടി അറിഞ്ഞിരിക്കണം. സ്ട്രെങ്ത് ഓഫ് എ വെൽഡ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ്സിൻ, അതായത് ലോഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ത്രോട്ട് ഏരിയ ആണ്. ഓക്കെ, ത്രോട്ട് ഏരിയ ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ്. ഓക്കെ, ത്രോട്ട് ഏരിയ ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ്, അതാണ് സ്ട്രെങ്ത് ഓഫ് എ വെൽഡ് എന്ന് പറയുന്നത്. ഈ ത്രോട്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? LE ഇൻറ്റു ടി, അതായത് എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ് ചെയ്യുന്നത് നമുക്ക് ത്രോട്ട് ഏരിയ കിട്ടും. അത് ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ്സിന് നമ്മൾ സിഗ്മ പെർമിസിബിൾ എന്ന് കൊടുത്തു. ഇനി ഈ സിഗ്മ പെർമിസിബിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ FU/√3 ഇൻറ്റു ഗാമ MW എന്നെടുക്കാം. ഇതിൽ FU എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ഗാമ MW എന്ന് പറയുന്നത് ഷോപ്പിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക. സോ 1.25 എടുക്കണം. ഫീൽഡ് വെൽഡിംഗ് ആണെങ്കിൽ ഗാമ MWയുടെ വാല്യൂ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 1.5 ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു ഷോപ്പ് വെൽഡിംഗ് ആണെന്ന്, അതുകൊണ്ടാണ് 1.25 എന്ന്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കും ത്രോട്ട് ഏരിയ ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ് കിട്ടാനായിട്ട് പ്ലേറ്റിൻ്റെ FU ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു ഗാമ MW. ഗാമ MW 1.25 ആണ് എടുക്കുന്നത്. പിന്നെ ത്രോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ LE ഇൻറ്റു ടി ആണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് വെൽഡിംഗ്, ഇത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അത് ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചേഴ്സ്, മെയിൻലി നമ്മൾ എന്താണ് ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനാണ് വെൽഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. പിന്നെ കൂടുതൽ എക്കണോമിക്കലായിരിക്കും. എഫിഷ്യൻസി ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ നോയ്സ് ഒക്കെ നമുക്ക് വളരെ കുറവാണ് വെൽഡ് ചെയ്യുമ്പോൾ ഉള്ളത്. അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇത് ജസ്റ്റ് വായിച്ചു വയ്ക്കുക. ബട്ട് ഇതിൽ ഈ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ വേണം, അല്ലേ? അതായത് നന്നായിട്ട് പണി അറിയാമെന്നുള്ള ആളെ കൊണ്ട് മാത്രമേ നമുക്ക് വെൽഡ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ സ്കിൽഡ് ലേബർ വേണം. പിന്നെ നമ്മളവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രൊവിഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഫെയിലാവുന്നത് ബൈ ബ്രിട്ടിൽ ഫ്രാക്ചറാണ് ഫെയിലാവുന്നത്. പിന്നെ അഡീഷൻസും ആൾട്രേഷൻസും ഒന്നും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അൺഈവൻ ഹീറ്റിങ്ങും കൂളിങ്ങും ആണ് അവിടെ നടക്കുന്നത്. പിന്നെ അതെന്ത് ചെയ്യാം, നമുക്ക് ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെസിഡുവൽ സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആവാം. റെസിഡുവൽ സ്ട്രെസ് എന്ന് എന്താണ്? ആ ഒരു സ്ട്രക്ചറിൽ ലോഡ് മാറിയതിന് ശേഷം അതിൽ കുറച്ച് സ്ട്രെസ് എന്ത് ചെയ്യും? റിമെയിൻ ചെയ്തിരിക്കും. അതിനാണ് നമ്മൾ റെസിഡുവൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? മെമ്പേഴ്സ് ഡിസ്റ്റോർട്ടഡ് ആവും. പിന്നെ ഇൻസ്പെക്ഷനും റിപ്പയറും ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. അതിൽ ഈ ടിക്കറ്റ് ടേക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇതോടെ വെൽഡ് എന്നുള്ള ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് കംപ്രഷൻ മെമ്പറും ടെൻഷൻ മെമ്പറുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.